ഹായ് അമ്മ. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കേട്ടോ. ആഹാ, അതല്ല, ഇന്ന് എന്താണമ്മ ഫുള്ള് വെള്ളേര് വന്നിരിക്കണേ? ഏതോ വഴിയോർത്ത് പോകുമ്പോ ഒരു പള്ളിയുടെ ചുമര പോലെ കണ്ട്. ഹേയ്, നല്ലതല്ലേ അത്? നല്ല സ്ഥലത്തിന്റെ അല്ലേ പറഞ്ഞേ? ഇപ്പൊ എന്താ അത്? ഇപ്പൊ എനിക്കൊരു കാര്യം പിടി കിട്ടി. ഇത് ചുണ്ണാമ്പിന്റെ പരസ്യമാണ് അല്ലേ? എന്തോ ആണ്. അപ്പൊ നല്ലത് പറഞ്ഞപ്പോ അമ്മ കോടാവും. അല്ല, അതന്നെ, എന്താണ് വിശേഷം ചോദിച്ചാണ്. അല്ല, നല്ലത് പറഞ്ഞാണ്. വഴിയോർത്ത് പോകുമ്പോ ഒരു പള്ളിയുടെ ചുമര് പോലെ പറഞ്ഞു. ആണോ മോനെ എന്ന് പറയണ്ട, പോടാ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ വീടിന്റെ ചുമരിനെക്കാളും നല്ലല്ലേ പള്ളിയുടെ ചുമര്? അപ്പളേ ചുണ്ണാമ്പിന്റെ പരസ്യത്തിന് വേണ്ടി വന്നാണോ? ആ, അല്ല, നന്നായിണ്ട് കേട്ടോ. എന്താ ഉണ്ടാക്കുന്നത്? ആഹാ, ഇതാണ്. അല്ല, ഇതിന്റെ തുമ്പത്ത് എങ്ങനെ ഊഞ്ഞാലാടുക അമ്മ? അതന്നെ അമ്മ, ഓലത്തുമ്പത്ത് ഊഞ്ഞാലാടാന്നൊരു പാട്ടം ഇടയ്ക്ക് പാടാറുണ്ടല്ലോ. ഇത് രണ്ടാം പാല് നാളികേരത്തിന്റെ. ആഹാ, രണ്ടാം മക്കൾ എന്നൊക്കെ പറയുമ്പോ രണ്ടാം പാല്. ഇത് തൻപാല്, അതായത് ഇത് അമ്മയുടെ സ്വന്തം തൻപാലോ? എന്താ? ഒന്നാം പാല്. അത് രണ്ടാം പാല്. അതെന്താ എനിക്ക് മനസ്സിലായില്ല. ആഹാ, ഗാന്ധാരി ഉണ്ടാക്കിയ മുളക്. ഏത് കാര്യമാണെങ്കിലും അമ്മ, അതെന്താ ഒന്നാം പാല് രണ്ടാം പാല് എന്നൊക്കെ? ആദ്യം ഞങ്ങൾക്ക് അമ്മയുടെ പാല് തരും, പിന്നെ പശു പാല് തരും, അത് രണ്ടാം പാല്. ഇതെന്താ? ഈ രണ്ടാം പാലിൽ ആണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഇതെന്താ ഈ ഒന്നാം പാലും രണ്ടാം പാലും? അതൊക്കെ ഉണ്ട്. എനിക്കറിയണ്ടേ? അപ്പൊ അവർക്കറിയണ്ടേ? അവർക്കറിയാം. ഒന്നാം പാല് പറഞ്ഞ അമ്മ തരുന്ന പാല്, രണ്ടാം പാല് പറഞ്ഞ പശു തരുന്ന പാല്. പിന്നെ ആട്ടുംപാല് ഞങ്ങൾ കുടിച്ച് ശീലമില്ലാത്തത് കൊണ്ട് അതിനെപ്പറ്റി ഞങ്ങൾക്ക് അറിയില്ല. അപ്പൊ ഇതൊന്ന് ഇതിൽ കിടന്ന് വേവട്ടെ. ഉപ്പ് ഇതൊന്ന് തിളച്ചതിന്റെ ശേഷം വാടുമ്പോ ഒന്ന് കുറയുമല്ലോ. അപ്പൊ ഉപ്പിടുമ്പോ കൂടി കൊണ്ടാച്ചിട്ടാണ്. ആണോ? ആ, അപ്പൊ ഞാന് ഇപ്പൊ എന്തായാലും വെള്ളമൊക്കെ എടുത്ത് പരിശുദ്ധിയായിട്ട് വന്നിരിക്കുകയാണല്ലോ. അല്ലമ്മ, വെള്ളക്കൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. നമ്മൾ നോക്കിയപ്പോൾ ഒരു ചർച്ചിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ വെള്ളം എടുത്ത് പോകും. വെള്ളിയാഴ്ച പള്ളി പോവുകയാണെങ്കിൽ വെള്ളം എടുത്ത് പോകും. എന്തിന്? അമ്പലത്തിൽ പോവുകയാണെങ്കിൽ സെറ്റ് മുണ്ട്, സെറ്റ് സാരി, ഇതൊക്കെ എടുത്തിട്ടാണല്ലോ പോവുക. അപ്പോൾ വെള്ളക്കൊരു പ്രത്യേക ഒരു പോസിറ്റീവ്നെസ് ഉണ്ടാകുമ്പോൾ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ആരെങ്കിലും വിചാരിക്കും ഇപ്പം അമ്മയുടെ ഒരു പിറന്നാളാണ്, അല്ലെങ്കിൽ അമ്മ ഒരു ദിവസം അമ്പലത്തിൽ പോവുകയാണ്, അമ്മ മൊത്തം കറുപ്പെടുത്തിട്ട് പോകാൻ നമ്മൾ വിചാരിക്കില്ല. അത് ശബരിമലയ്ക്ക് പോവുക സന്യാസിയായിട്ട്, അതിൻ്റെ കറുപ്പെടുത്ത് പോകാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇപ്പം അമ്മയുടെ ഒരു ബർത്ത്ഡേ ആണെന്ന് വിചാരിക്കുക, അമ്മ മൊത്തം കറുപ്പിൽ മുങ്ങിയിട്ടാണ് വരിക. അല്ല, അമ്മ ഇത്തിരി വെള്ള എന്തെങ്കിലും കളർഫുള്ളൊക്കെ ആയിട്ടല്ലേ വരിക. അപ്പോൾ വെള്ളയ്ക്കൊരു പോസിറ്റീവ്നെസ് ഉണ്ട്, മനസ്സിലായില്ലേ? വെള്ള പോസിറ്റീവിൻ്റെ ഒരു ഇതാണമ്മ. എന്തിന് മഹാത്മാഗാന്ധിൻ്റെ ഡ്രസ്സ് അടക്കം വെള്ളയാണ്, കണ്ടിട്ടില്ലേ അമ്മ? എന്തിനെ കർത്താവിനെ കണ്ടിട്ടുണ്ടോ? വെള്ളയാണ്. എന്തിനമ്മ മാലാഖിനെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലല്ലോ, കേട്ടിട്ടുണ്ടല്ലോ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. ഇവരെ ആരും നമ്മൾ കണ്ടിട്ടില്ല, പക്ഷെ ഒക്കെ വെള്ളയാണല്ലോ അമ്മ. അപ്പോൾ വെള്ള അത്രയും പ്രീഷ്യസ് ആണ്. അതുകൊണ്ട് വെള്ളയ്ക്കൊരു ഡിമാൻഡ് എന്നും ഉണ്ട്, മനസ്സിലായില്ലേ? ഒരു ചോദ്യം, ഇപ്പോൾ വെള്ളയെ കൊടുത്തിട്ട് പരിശുദ്ധമായ മനസ്സായിട്ട്, പരിശുദ്ധമായ ആത്മാവ് മനസ്സെന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെ ആയിട്ട് അമ്മ അങ്ങനെ നിൽക്കുകയാണ്. പെട്ടെന്ന് മുക്കോട്ടി ചില്ലറ 33 ദൈവങ്ങളൊക്കെ ഉണ്ടല്ലോ. അതിൻ്റെ ഒപ്പം അള്ളാഹ് ഉണ്ട്, യേശു ഉണ്ട്, അവരുണ്ട്, ഇവരുണ്ട്, ഒരുപാട് ആൾക്കാർ വേറെ ഉണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ളതിൽ അമ്മക്ക് ഏതെങ്കിലും ഒരു ദൈവത്തിനോട് ഇത്തിരി ഇഷ്ടം കൂടുതലുണ്ടാവുമല്ലോ. ഒരു ഇഷ്ടദൈവം ഉണ്ടാവുമല്ലോ അമ്മ. പറയൂ, ആരാണ്? അങ്ങനെയൊന്നുമില്ല. ശരി, ഏതോ ഒരു ദൈവം ഒരു രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചോളൂ. അങ്ങനെ പ്രത്യക്ഷപ്പെട്ട ദൈവത്തിനോട് ദൈവം വന്ന്, മകളെ നിനക്ക് എന്താണ് കുഞ്ഞെ വേണ്ടത് ചോദിച്ചാൽ എന്ത് പറയും? അപ്പം പറയണം, ഞാൻ കുഞ്ഞല്ല, ഞാനൊരു അമ്മയാണ് പറയണം. അങ്ങനെയൊന്നും പറയരുത്, ഭഗവാൻ എന്നും കുഞ്ഞാണ്. അപ്പം എന്താണ് കുഞ്ഞാടെ നിനക്ക് വേണ്ടി പറഞ്ഞ? അതെ, ദൈവം പ്രത്യക്ഷപ്പെട്ടോളെ ഞാൻ ദൈവത്തിന്റെ അതിശയോക്തിയല്ല, കാണാത്തൊരാ കാണുകയല്ലേ, ആ സന്തോഷത്തിൽ ഞാൻ ആകെ മതിമറന്ന് നിൽക്കായിരിക്കും ആദ്യം, ഫസ്റ്റ്. പിന്നെ എനിക്ക് ചോദിക്കാൻ എന്താണെന്നുള്ളത് മറന്നുപോയിട്ട് നിൽക്കായിരിക്കും. അപ്പൊ ഞാൻ പെട്ടെന്ന് ആ ഭഗവാനെ കണ്ട സന്തോഷത്തിൽ ഇങ്ങനെ തൊഴുത് നിൽക്കുമ്പോ, ഭഗവാൻ അവിടെ മുകളിൽ അല്ല നിൽക്ക്, ഭഗവാനോട് അപ്സ്റ്റേറിലൊന്നല്ല, നമ്മുടെ നേരെ മുമ്പത്തെ വന്ന് ഇങ്ങോട്ട് നോക്കിക്കോളൂ, മുകളിലേക്ക്. ഇപ്പോഴും നിങ്ങളുടെ ഒരു ധാരണയുണ്ട് ഭഗവാൻ മുകളിലാണ്. അപ്പൊ ആ സന്തോഷത്തിൽ എന്താണ് ചോദിക്കേണ്ടതെന്ന് നമുക്ക് മറന്നുപോകും. സത്യത്തിൽ അതുണ്ടാവുക. അല്ലാണ്ട് എനിക്ക് ഇന്നത് വേണമെന്ന് ചോദിക്കാൻ, എന്തൊക്കെയാ ചോദിക്കേണ്ടതെന്ന് ഒക്കെ മറന്നുപോകും. പിന്നെ പോരാത്തതിന് ഞാൻ പറയും, ഭഗവാന് അറിഞ്ഞിട്ട് എന്താണോ നൽകുന്നത് അതെനിക്ക് മതിയെന്ന് പറയും. ഭഗവാൻ അറിയാം എനിക്ക് എന്താ വേണ്ടതെന്ന്. അപ്പൊ ഭഗവാൻ ഒരു കാര്യം ചെയ്യും, ഭഗവാന് എനിക്ക് എന്താ നൽകേണ്ടതെന്ന് ഭഗവാൻ അറിയാം. ഭഗവാൻ നമ്മുടെ മനസ്സറിയുന്നതാണല്ലേ. അപ്പൊ പ്രത്യേകിച്ച് നമ്മൾ എനിക്ക് ഇന്നത് വേണമെന്നൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. സത്യത്തിൽ അമ്മ കൈ നീട്ട് കണ്ട ഭഗവാൻ കയ്യിലുള്ള പഞ്ചാമൃതം എന്നൊരു ഭഗവാന്റെ പണി നോക്കി പോകും. അല്ല, നമ്മുടെ മനസ്സ് അറിയുന്ന ആളാണ് ഭഗവാൻ. അപ്പൊ ഭഗവാൻ അറിയാം നമുക്ക് എന്താ തരേണ്ടത്. ഫോർ എക്സാമ്പിൾ, അപ്പൊ
ഫോർ എക്സാമ്പിൾ ഫോർ എക്സാമ്പിൾ പറയാം, എനിക്ക് ഞാൻ പറഞ്ഞിട്ടാണോ എനിക്ക് അച്ഛനും അമ്മയെ ഇന്ന ആളുടെ മകളായി ജനിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടാണോ എനിക്ക് ആ ഭാഗ്യം തന്നത്? എനിക്ക് ഇന്ന രീതിയിലുള്ള ഭർത്താവിനെ തന്നെ വേണമെന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് ഉള്ളത് തന്നെ വേണമെന്ന് പറഞ്ഞിട്ടാണോ എനിക്ക് എൻ്റെ ഭർത്താവിനെ നൽകിയത്? എനിക്ക് ഈ മക്കളെ തന്നെ വേണം എന്ന് പറഞ്ഞിട്ടാണോ ഈ മക്കളെ നൽകിയത്? അതുപോലെ ഇതുപോലെ തന്നെ ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടല്ല ഇതേവരെ എനിക്ക്. ഇന്ന ഭാഷ എൻ്റെ മാതൃഭാഷ ആവണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഇന്ന സ്റ്റേറ്റിൽ ഞാൻ ജനിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഇന്ന ഡേറ്റിൽ ഞാൻ ജനിക്കണം ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇതൊക്കെ നീ എനിക്ക് നൽകിയപ്പോ ഇനിയിപ്പോ എനിക്ക് എന്ത് വേണം നിനക്ക് അറിഞ്ഞൂടെ? ഇനിയിപ്പോ ഇത്രയും പ്രായമായിട്ട് ഇപ്പൊ വന്നിട്ട് ദൈവം വന്നിട്ട് നിനക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിക്കില്ല. കാരണം അതൊക്കെ ഞാൻ പറയാണ്ടാണ് എനിക്ക് നൽകി. അതായിരിക്കും എന്റെ നിയോഗം. ദൈവത്തിന് തരാൻ തോന്നിയത് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ടാവും. ഒന്നും ചോദിക്കില്ല. അപ്പൊ പ്രത്യേകിച്ച് ദൈവത്തിനോട് എനിക്ക് ചോദിക്കാനുള്ളത് ദൈവത്തിന് അറിയാം. അപ്പൊ പിന്നെ ദൈവം എന്നോട് അങ്ങനെ ചോദിക്കുകയില്ല. അമ്മ മിക്കവാറും എന്തായിരിക്കാ ചോദിക്കുക? അമ്മ അങ്ങനെ നോക്കും, ദൈവം എങ്ങനെ ഉണ്ട്, ഇതന്നെയാണോ ദൈവം, ദൈവത്തിന് എന്തെങ്കിലും കുറവുണ്ടോ, ശരിയാണോ എന്നൊക്കെ നോക്കിയിട്ട് ദൈവത്തിനെ കണ്ണടച്ച് നോക്കിയിട്ട് ദൈവത്തിന് ഇങ്ങോട്ട് അയക്കും അല്ലേ? അങ്ങനെയല്ല, ദൈവത്തിന് അറിയാം എനിക്ക് എന്താ. അതുകൊണ്ട് ദൈവം എൻ്റെ അടുത്ത് വന്നിട്ട് നിനക്ക് എന്താണ് മോളെ വേണ്ടത്, മകളെ വേണ്ടതെന്നൊന്നും ചോദിക്കില്ല. നിനക്ക് ഞാൻ നൽകിയിട്ടുണ്ട്, നിനക്ക് ആവശ്യമുള്ളത് എനിക്കറിയാം, ഞാൻ അത് നൽകിയതേ പറയുള്ളൂ. എന്നെ എനിക്ക് വേണ്ടിയായിരിക്കും വരിക. ഓരോരുത്തരുടെ അർഹതയ്ക്ക് വേണ്ടത് അവരവർക്ക് നൽകിയിട്ടുണ്ടാവും ദൈവം. നമ്മൾ പ്രത്യേകിച്ചൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. തായോ എന്ന് ചോദിച്ചിട്ട് തട്ടിപ്പറിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദൈവം ഒരു കച്ചവടക്കാരനൊന്നുമല്ല. ഞാൻ പറയാണ്, ഞാൻ അമ്പലത്തിൽ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് അത് വേണം ഇത് വേണമെന്ന് ഞാൻ പ്രാർത്ഥിക്കില്ല. ഞാൻ അമ്പലത്തിൽ പോയ ദൈവമേ കാത്തു രക്ഷിക്കണേ, എൻ്റെ മക്കളെ, എൻ്റെ സഹോദരങ്ങളെ, എൻ്റെ ബന്ധുക്കളെ അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കും. പക്ഷേ എനിക്ക് ഇന്നത് വേണം, ഇന്നത് താന്ന് ഞാൻ പ്രാർത്ഥിക്കാറില്ല. നമ്മൾ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ ദൈവം നമുക്ക് അറിഞ്ഞു തരുന്നതാണ്. ദൈവം നിങ്ങളുടെ കച്ചവടത്തിന് വന്നിറക്കല്ലേ ഏത് നേരം എന്ന് പറയാം. അനുഗ്രഹിക്കാൻ പറഞ്ഞാൽ മതി, എല്ലാവരും ഉണ്ടാവും അല്ലേ? എല്ലാവരും കാത്തുകൊള്ളണേ, എൻ്റെ മക്കളെ, എൻ്റെ ഭർത്താവിനെ, എൻ്റെ സഹോദരങ്ങളെ അങ്ങനെയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കും. കാത്തുകൊള്ളണേ. അപ്പൊ അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ ദൈവം തന്നത്. ഓക്കെ, ഇത് യഥാർത്ഥമായിട്ട് അമ്മ ഇങ്ങനെ തന്നെയാണോ പറയാ? അതൊരു വലിയൊരു ലിസ്റ്റ് എടുത്തിട്ട് എനിക്ക് ഇതിന്റെ സാധനങ്ങളൊക്കെ പ്രാർത്ഥിക്കാറില്ല. ഞാൻ ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നു ഒന്നും പ്രാർത്ഥിക്കാറില്ല. അമ്മ ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നു? ഞാൻ എങ്ങനെ അറിയാനാ? ചെറുപ്പത്തില് അമ്പലത്തിൽ പോയാലേ ഞാൻ ഒന്നും പ്രാർത്ഥിക്കാറില്ല. വെറുതെ കൈകൊണ്ട് ഇങ്ങനെ നിൽക്കായിരുന്നു. സത്യമാണ് ഞാൻ പറയണത്. അപ്പൊ അമ്മക്ക് ദൈവം എന്താണെന്നും കൂടി അറിയണ്ടായിരുന്നില്ല? അത് ഞാൻ കേട്ടിട്ടുണ്ട്. ദൈവമൊക്കെ അറിയാലോ. പക്ഷെ ദൈവത്തിന് മുമ്പിൽ വന്നിട്ട് എനിക്ക് അത് താ, എനിക്ക് അങ്ങനത്തെ ജീവിതം താ, എന്റെ അച്ഛനമ്മ അങ്ങനെ ഒന്നും അറിയാറില്ല. എന്നിട്ടാണ് അമ്മ ഒരു ചോദ്യം ഉണ്ട്. എന്നിട്ടാണ് അമ്മ നമ്മുടെ അമ്മേന്റെ അടുത്ത് അമ്മ ചോദിച്ചത്, അമ്മ ഇവിടെ എന്തിനാ അമ്മ എല്ലാരും കൈതൊഴുത് നിൽക്കണം, അതെന്താ അതിന്റെ ഉള്ളിലുള്ളത്? അത് വളരെ ആഹാ, ആ ചെറുപ്പത്തിലായിരിക്കും ഇങ്ങനെ കൈതൊഴുത് നിന്നത്. അല്ല, ഒരുവിധം പ്രായമാവണ വരെ ഞാൻ എനിക്ക് പ്രാർത്ഥിക്കൊന്നുമില്ല. വെറുതെ കൈതൊഴുത് ഇങ്ങനെ നിൽക്കും. അവർ പ്രസാദം തരുമ്പോൾ അത് മേടിക്കും. എല്ലാവരും എന്താ ചെയ്യുന്നത് നോക്കും, അതുപോലെ ചെയ്യുന്നല്ലാണ്ട് ഞാൻ ഒന്നും സത്യമാണ് പറയുന്നത്. ബുദ്ധി വന്നപ്പോ ഞാൻ എന്റെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കും. എനിക്ക് വേണ്ടിയിട്ടല്ല, എന്റെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി. എന്നെ കാത്തു രക്ഷിക്കുന്നത് ഞാൻ പ്രാർത്ഥിക്കാനേ ഇല്ല. അതെ, ശുദ്ധവസ്ത്രം ധരിച്ചു വന്നിട്ട് ഇത്രയും ശുദ്ധിയാവരുത് കേട്ടോ. അല്ല, ഞാൻ ഉള്ള കാര്യമാണ് പറയുന്നത്. ഞാൻ അങ്ങനെയല്ല. ഞാനൊരു അരമണിക്കൂർ ദൈവത്തിനോട് സംസാരിച്ചു കൊണ്ടേ ഉണ്ടാവും. എനിക്ക് അത് മതിയായില്ല, ഇത് മതിയായില്ല, ഇത് വേണം, അത് വേണം. അവസാനം ദൈവത്തിൻ്റെ നടയിടത്തിൽ ദൈവത്തിൻ്റെ പാട് നോക്കിയിട്ട് അങ്ങോട്ട് പോകും. അപ്പം ഞാനും ഉണ്ടാണ്ട് ഇങ്ങോട്ട് തിരിച്ചു വരും. എന്നിട്ട് ചിലപ്പോൾ എൻ്റെ ഒപ്പം വന്നവർ പറയും, അതെ ദൈവമാണെങ്കിലും ക്ഷമിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്, നട അടിച്ചു പോകാൻ നമുക്ക് പോകാൻ പറയും. അതിനർത്ഥം ദൈവം പോയി ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് നീ പൊക്കോന്ന്. മനസ്സിലായില്ലേ? അത് കാരണം കൊണ്ട് പ്രത്യക്ഷപ്പെടണമെന്ന് തോന്നിയാലും ഞാനുള്ള പരിസരത്തൊരു ദൈവം പ്രത്യക്ഷപ്പെടില്ല. എന്തിനാന്ന് പറയും? ചോദ്യങ്ങൾ ചോദിക്കല്ല, ആവശ്യങ്ങൾ പറയും. ഇന്നത് വേണോ, ഇന്നത് വേണോ, ഇന്നത് വേണം മുതൽ എല്ലാ ആവശ്യങ്ങളും പറഞ്ഞ ആവശ്യങ്ങളും കൊണ്ട് പൊറുതിമുട്ടൊരു ദൈവം പിന്നെ അടുത്ത കാലത്തൊന്നും ഒരു മനുഷ്യനടുത്ത് വരാണ്ടാവും. അവിടെ എന്തായാലും ഓണത്തോട് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കാര്യം നമ്മൾ എന്തായാലും തുടങ്ങി വെച്ച സ്ഥിതിക്ക് ഒരു ദൈവത്തിന് ആയിട്ടുള്ള ഒരു കഥ തന്നെ ആയിക്കോട്ടെ എന്ന് കുറേ ദിവസമായില്ല കഥ പറഞ്ഞിട്ട്. ഒരു ഈ മോട്ടിവേഷണലും അതും ഇതൊക്കെ ആണല്ലോ. നമ്മൾ നാച്ചുറൽ വീഡിയോസ് ആയല്ലോ കുറച്ച് ദിവസം. ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യാം, നല്ലൊരു കഥ, അത് ദൈവത്തോട് ഇതായിട്ടുള്ളൊരു കഥയാണെങ്കിൽ ഒന്നും കൂടി അത് നന്നായി. ഓക്കെ, ദൈവത്തിൻ്റെ ഇഷ്ടം പോലെ സ്റ്റോക്കല്ലേ നമ്മുടെ കയ്യിൽ. അത് ആർക്കും ഈ ആലോചനയാണ്. എനിക്ക് എന്തോ ഇപ്പം ആലോചിക്കണം എന്ന് പറയുമ്പോൾ അങ്ങനെ അല്ലാതെ കഥ ആലോചിച്ചതല്ല.
അതെ ഇപ്പൊ എപ്പോ ഞാനിപ്പോ പറയുന്നത് അമ്മ ഇപ്പൊ തന്നെയല്ലേ പറയാ ഭക്തനും ദൈവവും തമ്മിലുള്ള ഒരു ഭക്തന് മുക്തി കിട്ടിയ കഥയായിരിക്കും. അല്ലല്ല, ഭക്തനും ദൈവവും തമ്മിലുള്ള ഒരു ഇതില്ലേ ആ ഒരു രീതിയിൽ അതന്നെയല്ലേ ഞാനിപ്പോ ചോദിച്ചത്. ഭക്ത അമ്മയുടെ മുമ്പത്തെ ദൈവം വന്ന അമ്മേനെ പോലെ മണ്ടന്മാരുടെ മുമ്പത്തെ ദൈവം വരാണ്ടിരിക്കട്ടെ. അപ്പൊ ഒരു ചെറിയൊരു കൃഷിക്കാരൻ, അതായത് ഒരു ഇത്തിരി സ്ഥലമുണ്ട് പുരയിടത്തില്, അവിടെ കുറച്ച് ചീര കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്. അല്ലാണ്ട് കർഷകനോ അല്ല ഒരുപാട് ഭൂമിയുള്ളവരല്ല. അപ്പൊ നമ്മുടെ ചെറിയൊരു കുടില് അതിന്റെ ചുറ്റും കുറച്ച് സ്ഥലം ഉണ്ടാവും, അവിടെ കൃഷി ചെയ്ത് എന്ത് കൃഷി, ചീര കൃഷിയാണ്. ചീരകൃഷി അല്ലാണ്ട് അധികം സ്ഥലമൊന്നും ഇല്ലല്ലോ. അപ്പൊ ആ ചീര കൊണ്ടുപോയി വിറ്റിട്ടാണ് ആ കുടുംബം കഴിയുന്നത്. അങ്ങനെ ഒരു പാവപ്പെട്ട ഒരു കൃഷിക്കാരൻ, ആ കൃഷിക്കാരൻ അവിടെ ചീര നട്ട് നനച്ച് അതിനെ പറിച്ചു കൊണ്ടുപോയി വിറ്റിട്ട് വന്നിട്ട് വേണം വീട്ടിൽ കഞ്ഞി കുടിക്കാൻ. അങ്ങനെ അങ്ങനെ ഭയങ്കര സമൃദ്ധിയോടെ ജീവിക്കാൻ, നല്ല കഷ്ടപ്പെട്ട് ജീവിക്കുകയാണ്. അങ്ങനെയുള്ള ആള് പോവും, ഈ ചീര പറിച്ചുകൊണ്ട് പോവില്ലേ, ആ മാർക്കറ്റിലേക്ക് പോകുന്ന സമയത്ത് ആ വഴിയിലൊരു അമ്പലം, ആ അമ്പലത്തിലൊരു താപസി, അതായത് ഒരു സന്യാസി ഉണ്ട്. ആള് ആ അമ്പലത്തിലാണ്. അപ്പൊ മഹാവിഷ്ണുവിന്റെ ക്ഷേത്രമാണ്, ചെറിയൊരു ക്ഷേത്രം. അപ്പൊ അവിടെ ആ നാട്ടിലെ ആൾക്കാരൊക്കെ വന്നിട്ട് നൈവേദ്യങ്ങൾ അർപ്പിക്കും, അവരുടെ കയ്യിലുള്ളതൊക്കെ കൊണ്ടുവന്ന് ഇവരുടെ അടുത്ത് കൊടുത്തിട്ട് ദൈവത്തിന് സമർപ്പിക്കുന്നതൊക്കെ ഇയാൾ കാണുന്നുണ്ട്. അപ്പൊ ഇയാൾക്ക് അതിനൊന്നും കഴിയില്ലല്ലോ. പാവപ്പെട്ട കൃഷിക്കാരൻ ഒരു ചീര കുറച്ച് കൊണ്ടുപോയി വിറ്റ് അതുകൊണ്ട് എന്ത് കിട്ടും, തുച്ഛമായ വരുമാനം, അതുകൊണ്ട് ജീവിക്കുന്ന ആളല്ലേ. അപ്പൊ ആൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. ആ ഭക്തിയുണ്ട്, പക്ഷെ എനിക്ക് എന്തെങ്കിലും ഈ ദൈവത്തിന് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ഒരു തോന്നൽ മനസ്സിൽ ഒരുപാടുണ്ട്. എല്ലാവരും ചെയ്ത് കാണുമ്പോൾ നമുക്കൊരാഗ്രഹം ഉണ്ടാവും, അതുണ്ട്. പക്ഷെ ആൾക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ആള്. അപ്പൊ ഒരു ദിവസം ഈ കൃഷിക്കാരൻ ആ സ്ഥലത്ത്, അവരുടെ കൃഷി സ്ഥലമല്ലേ, അതിന്റെ വീടിന്റെ പുരയിടത്തിനടുത്ത് ചീര പൊട്ടിക്കുന്ന സമയത്ത് കുറേ തുളസി ചെടികൾ മുളച്ചിട്ട് നല്ല തുളസി ഇങ്ങനെ നിൽക്കണം. അത് കണ്ടപ്പോ അവർക്ക് തോന്നി, ഞാനത് മഹാവിഷ്ണുവിന് തുളസിമാല ജാസ്തി ഇട്ടത് കണ്ടിട്ടുണ്ടല്ലോ വിഗ്രഹത്തില്. അപ്പൊ ഞാൻ ഈ തുളസി കൊണ്ടുപോയിട്ട് കൊടുക്കാം, സ്വാമിജി അത് ചാർത്തിക്കൊട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ആ തുളസിയൊക്കെ പറിച്ച് ചീര പറിച്ചൊരു ഇതിൽ വെച്ചിട്ടുണ്ടല്ലോ. അപ്പോഴാണ് ഈ തുളസി കണ്ടത്. അപ്പൊ തുളസിയും പറിച്ച് ഒരു കെട്ടാക്കിയിട്ട് ആ കൊട്ടയില് ഒരു ഭാഗത്ത് ചീരി ഒരു ഭാഗത്ത് ഈ തുളസി ഒരു കെട്ടിയിട്ട് അവിടെ വെച്ചു. എന്നിട്ട് കൈയും കാലം മുഖമൊക്കെ കഴുകി ഈ കൂടെ എടുത്തുകൊണ്ട് ആള് വന്നിട്ട് ഈ അമ്പലത്തിന്റെ അടുത്ത് എത്തിയപ്പോ അവിടെ നിന്നു. അപ്പൊ ഈ സന്യാസി ഇങ്ങനെ നോക്കി എന്താണെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഞാൻ കുറച്ച് തുളസി കൊണ്ടുവന്നത് ഭഗവാന് ചാർത്താം, അത് ചാർത്തുവോ, ഞാൻ തന്നാ പറഞ്ഞു. അതിനെന്താ, ഭഗവാൻ ആരെന്ത് തന്നാലും ചാർത്താം, അതിനെന്താണെന്ന് പറഞ്ഞിട്ട് അത് പുറത്തേക്ക് ഉണ്ടെന്ന് പോലെ. പുറത്ത് വന്ന് അവർക്കൊരു തപസ്സിന്റെ ശക്തിയുള്ളത് കൊണ്ട് ആൾക്ക് ഈ കൊട്ട തലയിൽ വെച്ച് നിൽക്കുന്ന ആളുടെ പിന്നിൽ ഒരു നിഴല് കാണും. അപ്പൊ ഇതെന്തോ ഒരു അപകട സൂചന പോലെ അയാൾക്ക് തോന്നിയത്. അയാൾ പറയും, നീ ആ കൊട്ട താഴെ ഇറക്കാതെ ഇവിടെ നിൽക്ക്, താഴെ നിലത്തും വെക്കരുത്, നീ അത് തലയുടെ മുകളിൽ തന്നെ ഇരിക്കട്ടെ, ഞാൻ ഇപ്പൊ വന്നിട്ട് തുളസി ഞാൻ മേടിക്കാട്ടോ എന്ന് പറഞ്ഞ് അകത്തേക്ക് പോയി. അകത്തേക്ക് പോയിട്ട് പ്രാർത്ഥിച്ച് നോക്കിയപ്പോ അതൊരു കരിനാഗാണ്. അത് ഈ കൊട്ടയില്, ഈ തുളസിയും ചീരയിട്ട ആ കൊട്ടയില് അതുണ്ട്, നാഗ ഒളിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ ഇത് ഈ ആൾക്ക് മനസ്സിലായി. ഈ ആൾക്ക് മനസ്സിലായപ്പോ ഈ ആള് അങ്ങോരുടെ തപസ്സിന്റെ ഇതുകൊണ്ട് അവനെ പ്രത്യക്ഷപ്പെടുത്തി. എന്തിനാണ് നീ ആ പാവപ്പെട്ടവന്റെ കൊട്ടയിൽ കൊണ്ട് ഒളിച്ചിരിക്കുന്നത് വെച്ചു. അപ്പൊ പറഞ്ഞു, ഇതെന്റെ നിയോഗമാണ്, ഇന്ന് ഞാൻ കാരണമാണ് അയാൾക്ക് മരണം സംഭവിക്കണം, അതിന് അയാളെ എനിക്ക് ദംശിച്ചേ പറ്റൂ. അത് കാരണം എന്താന്ന് വെച്ചാ ഈ തുളസി അതിന് ഭഗവാനെ ചാർത്താൻ വേണ്ടി അയാൾ അവിടുന്ന് ഭക്തിയോടെ പറിച്ചു കൊണ്ടുവന്നതാണ്. അത് ഭഗവാനെ സമർപ്പിക്കാതെ അങ്ങോട്ട് അത് നിങ്ങൾ വാങ്ങിക്കാതെ അയാളെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതായത് ആ ദൈവത്തിന് സമർപ്പിക്കണം എന്നുള്ള ആ ഭക്തിയില്ലേ, അത് ആ തുളസിയുടെ രൂപത്തിൽ അവിടെ ഇരിക്കുമ്പോ അത് ഇയാളെ തൊടാൻ പറ്റില്ല ഈ കരിനാഗത്തിന്. അപ്പൊ അതാണ് നിങ്ങൾ പോയിട്ട് ആ തുളസി വാങ്ങിയ എന്റെ കടമ കഴിച്ച് എനിക്ക് പോവായിരുന്നു എന്ന് പറയും. അപ്പൊ പറയും, അയ്യോ ഒരു പാവപ്പെട്ട ഒരു കർഷകൻ, അയാൾക്ക് ഈ യോഗം വേണം, അയാൾ ആദ്യമായിട്ടൊരു തുളസി മാല സമർപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് വന്നതാണ് ആ തുളസി കൊണ്ട്. ആ ദിവസം തന്നെ ഇത് വേണോ, ഇത് തെറ്റല്ലേ, ഇത് നടക്കാൻ പാടില്ല, ഇതിന് എന്തെങ്കിലും ഒരു പ്രതിവിധി വേണം, ഇത് ചെയ്യാതിരുന്നൂടെ ചോദിക്കും. ഒരിക്കലും മരണത്തിൽ നിന്നും ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല. ഏത് നിയോഗത്തിലാണ് അവർ മരിക്കേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ സംഭവിക്കൂ, അതുകൊണ്ട് അത് പറ്റില്ല എന്ന് പറയും.
അപ്പൊ ഒന്നും പ്രതിവിധി ഇല്ലേ ഇതിന്. താപസിക്ക് ഭയങ്കര വിഷമം. അപ്പൊ പറയും ഒന്നുണ്ട്, തപോബലത്തിന്റെ ശക്തി ഉണ്ടല്ലോ നിങ്ങളുടെ അടുത്ത്. അത് ഒരുപാട് ശക്തിയുള്ളതാണ്. നിങ്ങൾ ഒരുപാട് തപസ്സിന്റെ ഫലങ്ങളാണ് നിങ്ങളുടെ അടുത്തുള്ളത്, പുണ്യഫലങ്ങളാണ്. അപ്പൊ അത് നിങ്ങൾ ഇത്രയും കാലത്തെ മുഴുവൻ നിങ്ങളുടെ തപസ്സിന്റെ ഫലം നിങ്ങൾ ആ മനുഷ്യന് ധാരയെ വാർത്തു കൊടുക്കുകയാണെങ്കിൽ അയാൾ രക്ഷപ്പെടും. പിന്നെ അയാളെ തൊടാൻ പറ്റില്ല എന്ന് പറയും. അപ്പോൾ ഈ സന്യാസിയില്ലേ ഒന്നും ചിന്തിക്കില്ല. ഓ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് പുറത്തേക്ക് വന്ന് ഈ ആൾക്ക് ആ പുണ്യം ഫലം തപസ് കൊടുത്തു. അതോടെ അത് ആ കരിനാട് അവിടെ നിന്ന് പോയി, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇങ്ങോട്ട് രക്ഷപ്പെട്ടു, കൊട്ട തറവിച്ച് പൂവൊക്കെ എടുത്ത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, ഭക്തിയോടെ നമ്മൾ ദൈവത്തിന് എന്ത് സമർപ്പിച്ചാലും അത് ഇന്നതെന്നില്ല. അത് നമ്മുടെ മനസ്സിൽ ഉള്ള ഒരു എന്താണ് പറയാ, മനസ്സിന്റെ ഉള്ളിൽ നിന്ന് നിസ്വാർത്ഥമായ അല്ലെങ്കിൽ നമുക്ക് ചഞ്ചലതയില്ലാത്ത ഭക്തി എന്ന് പറയും. എന്ന് വെച്ചാൽ നമുക്ക് അതുകൊണ്ട് ഒരുപാട് സ്വാർത്ഥത നിറഞ്ഞ ഒരു ഭക്തിക്കും പ്രയോജനമില്ല. നിസ്വാർത്ഥമായ എന്നെ കൊണ്ടാവണത് എന്താ, എൻ്റെ കയ്യിൽ എന്തുണ്ടോ അത് സമർപ്പിക്കാന്ന് പറയുന്നതാണ്. ആ സമർപ്പിക്കണം എന്നുള്ള ഭാവം ആ കൃഷിക്കാരനുണ്ടായിരുന്നു. അതുപോലെ ഈ സന്യാസിക്ക് തൻ്റെ ഇത്രയും കാലത്തെ തപോവനം ഇവർക്ക് അത് പുണ്യം അത് ഇയാൾക്ക് ധാരാവാർത്ത് കൊടുത്തിട്ട് ഇയാളുടെ ജീവിതം രക്ഷിക്കണം എന്ന് ഒറ്റ നിമിഷം കൊണ്ട് എടുത്ത തീരുമാനം. അപ്പോൾ അവിടെ എന്താ പറയുക, സ്വാർത്ഥത ഇല്ലായിരുന്നു. എനിക്ക് വേണം, ഞാൻ ഈ ചെയ്ത തപസ്സിൻ്റെ ഫലം ഞാൻ എന്തിനാണ് ഇനിയൊരാൾക്ക് കൊടുക്കുന്നത്, അത് എൻ്റെ സ്വന്തം, എൻ്റെ പുണ്യം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഈ രണ്ടും മനുഷ്യനുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ ദൈവത്തിൻ്റെ എന്താ പറയുക, അമ്പലത്തിനേക്കാളും എന്താ പറയുക പവിത്രമായതായിരിക്കും ആ മനസ്സ് അല്ലേ. യഥാർത്ഥത്തിൽ എന്താ പറഞ്ഞാൽ അവിടെ ഭഗവാൻ കാണിച്ചു തന്ന രണ്ട് വ്യക്തിത്വമുണ്ട്. ഒന്ന് തന്നാലായത് മനസ്സ് നിറഞ്ഞ മനസ്സോടുകൂടി അത് അവിടെ കൊണ്ടുപോയി ദൈവത്തിന് മുമ്പ് സമർപ്പിക്കാൻ പോയ ഒരു ഭക്തൻ. ആ ഭക്തൻ ഏതാണ്ട് ദാരിദ്ര്യനായിരുന്നു, അവൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവന് കിട്ടിയത് എന്താണ്, ഒരു ജന്മത്തിൻ്റെ മുഴുവൻ, ഒരു ജന്മം മുഴുവൻ തപസ്സിരുന്ന കിട്ടാത്ത തപോബലത്തിൻ്റെ പുണ്യം മുഴുവനും അങ്ങോട്ട് കിട്ടി. ഇന്ന് ഇപ്പുറത്ത് നിൽക്കുന്ന ഒരു മഹത്തായ മുനിവരൻ എന്ത് ചെയ്തു, ആ ജന്മത്തിൽ ആ തപബലങ്ങൾ മുഴുവൻ കിട്ടാൻ എന്തോരം ആ മുനിവരെയും ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും. എത്ര നിസ്വാർത്ഥമായി, എത്ര കഠിനമായ പ്രാർത്ഥനയോടുകൂടി, എത്ര വലിയ ധ്യാനത്തോടു കൂടിയായിരിക്കും അതവർ സ്വീകരിച്ചിട്ടുണ്ടാവുക. ഒരു നിമിഷം ഒരാളുടെ ജീവന് വേണ്ടിയിട്ട് അതെല്ലാം മറ്റൊരാൾക്ക് നൽകി എന്ന് പറയുമ്പോൾ രണ്ട് വ്യത്യസ്തമായ മഹത്തായ വ്യക്തിത്വങ്ങളെ നമ്മളവിടെ കാണാം അല്ലേ. അപ്പോൾ എന്താണ് ഭക്തി എന്നുള്ളതിന് ഉത്തരവ് അവിടെ തന്നെ ദൈവ സന്നിധിയിൽ വെച്ച് നൽകി. എന്ന് വെച്ചാൽ പ്രത്യക്ഷപ്പെടാൻ തന്നെ പ്രത്യക്ഷമായി ദൈവത്തോട് ഉത്തരം നൽകി. ഇതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്, ദൈവം വന്ന് എന്ത് ചോദിക്കുന്നത്, അതിനാണ് അമ്മ ഉത്തരം നൽകിയത്. ഞാൻ ഒന്നും ചോദിക്കില്ല, എനിക്ക് എന്ത് കിട്ടണമെന്ന് ദൈവത്തിനറിയാം, ദൈവം നൽകുമെന്ന് പറഞ്ഞില്ലേ. അതിന് നിമിത്തമായി സത്യമായിട്ട് അമ്മ ഈ പറഞ്ഞ കഥ ആലോചിച്ച് നോക്ക്. സമർപ്പിക്കണം എന്ന് മാത്രം, എനിക്കിത് ദൈവത്തിന് കൊടുക്കണം എന്നൊരു ചിന്ത മാത്രം. സന്യാസി എന്തെങ്കിലും തിരിച്ചാവശ്യപ്പെട്ടോ, ഞാനിതാ നൽകുന്നു, ഇനി എനിക്ക് പുണ്യമാണെന്ന് പറഞ്ഞു. ഉള്ള പുണ്യം കൂടി ഉള്ള തപോവനത്തിന്റെ മുഴുവൻ ശക്തിയും എന്നാ എടുത്തോളൂ, ഒരു ജീവനാണ് വലുത് പറഞ്ഞിട്ട് കൊടുത്തു. അപ്പൊ ഏതാണ് ശരിക്കും ഭക്തി? നിസ്വാർത്ഥമായ ഭക്തി. എനിക്ക് വേണം, എനിക്ക് നേടണം, എനിക്ക് അപ്പൊ എനിക്ക് വേണം, എനിക്ക് നേടണം, എനിക്ക് വെട്ടിപ്പിടിക്കണം എന്ന് പറയണതല്ല ഭക്തിയുള്ളത്. ഞാനിതാ നിന്നിൽ ഭക്തി അർപ്പിക്കുന്നു, നിനക്ക് എന്താണോ എനിക്ക് യോഗ്യമായത് അത് നൽകുക, അത്ര തന്നെ ഉള്ളൂ ഭക്തി അല്ലേ. അപ്പോൾ ഒരുപാട് ചോദ്യങ്ങളൊന്നും ദൈവത്തിനോട് ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം ദൈവം അവിടെ കുറേ സാധനങ്ങൾ വെച്ച് കച്ചവടത്തിന് ഇരിക്കുകയല്ല, ദൈവമാണെന്നുള്ള ചിന്ത. നമ്മുടെ ഒരു ആഗ്രഹം, ആ ആഗ്രഹ സഫലീകരണത്തിനോട് എനിക്കിത് നടക്കണം, എനിക്കത് നടത്തി തരണം എന്നല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ദൈവമേ എനിക്ക് എന്താണോ വേണ്ടത് അത് നിനക്കറിയാം, നീ അത് എന്താണെങ്കിലും തരും. അപ്പോൾ ഞാൻ നിന്നെ കൈ കൊടുക്കുന്നു, നിന്റെ കാലത്തിൽ ഞാൻ എല്ലാം സമർപ്പിക്കുന്നു, നീ എനിക്ക് എന്തോ തന്നു, അത്രേ നമ്മൾ പ്രാർത്ഥിക്കാൻ. അത് മാത്രമേ ഉള്ളൂ. ഇതാണ് ദൈവഭക്തി. അപ്പോൾ ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് നൽകും. ശരിക്കും ദൈവം നൽകേണ്ടത് സമ്പത്താണെന്ന് ചോദിച്ചാൽ അല്ല കേട്ടോ. സമ്പത്തോടൊപ്പം മനസ്സമാധാനം നഷ്ടപ്പെട്ടു പോകും. യഥാർത്ഥത്തിൽ നൽകേണ്ടത് നിസ്വാർത്ഥമായ ഒരു കൂട്ടം ജനങ്ങളാണ് നമ്മളെ സ്നേഹിക്കാൻ. എങ്ങനെയെന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ട് സ്നേഹിക്കുന്നവർ, അങ്ങനെ കുറച്ച് ജനങ്ങളാണ് ഏറ്റവും വലിയ സമ്പത്ത്. എന്താ അറിയോ, ഒരുപാട് പൈസയൊക്കെ ഉണ്ടായിട്ട് സമാധാനം വീട്ടിലില്ലെങ്കിൽ പിന്നെ ആ പൈസ കൊണ്ട് എന്താ ലാഭം? അപ്പോൾ അതിനേക്കാളും നല്ലത് ആത്മാർത്ഥമായി സ്നേഹിക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ സത്യം പറഞ്ഞ ഒരു ചമ്മന്തി വീട്ടിൽ കഴിച്ചാൽ അതിന് വല്ലാത്തൊരു രുചിയാണ് അല്ലേ. അതിൽ കിട്ടുന്ന സന്തോഷം, മനസ്സിലാക്കാൻ പറ്റിയ മക്കളും ഭർത്താവും ഭാര്യയും പരസ്പരം മനസ്സിലാക്കുക. സമ്പത്ത് വരുന്നിടത്തോളം എന്താ അറിയോ,
ഈ ഒന്ന് കിട്ടുമ്പോൾ നമുക്ക് തോന്നും മറ്റൊന്ന് വേണം, മറ്റൊന്ന് കിട്ടുമ്പോൾ തോന്നുക മറിച്ചൊന്ന് വേണം. അങ്ങനെ ഒരുപാട് ആശകൾ, ആഗ്രഹങ്ങളുടെ മുകളിലേക്ക് നമ്മൾ പോയിക്കൊണ്ടേ ഉണ്ടാവും. കൂടുന്തോറും നമ്മൾ സ്വാർത്ഥരായി പോകും. തീർച്ചയായിട്ടും. അപ്പോൾ അളവിൽ കൂടുതൽ ഇതിനേക്കാളും നല്ലത് നമുക്ക് ജീവിക്കേണ്ട രീതിയിൽ ഉള്ള കുറച്ച് നമുക്ക് സമ്പത്തോ ഒക്കെ ഒരിക്കലും മനുഷ്യൻ അഹങ്കരിക്കാത്തത്രേ കൊടുക്കാൻ പാടില്ല. പക്ഷെ ഒന്നുണ്ട്, ചില ഉന്നതങ്ങളിൽ അത് നമ്മൾ സൂചിപ്പിക്കണം കേട്ടോ. ഒരുപാട് ഉയരങ്ങളിലുള്ള ആൾക്കാർ ലെവലേശം അഹങ്കരിക്കാനും ഇല്ല കേട്ടോ. അങ്ങനെയുണ്ട് കേട്ടോ. അത് എല്ലാവരും പറയല്ല, ചിലരിൽ മനോഭാവങ്ങൾ വരും. നമ്മുടെ ജീവിതം സന്തുഷ്ടമായിരിക്കും. തീർച്ചയായിട്ടും ഉള്ളതിൽ നമ്മൾ സന്തോഷം ഉൾക്കൊള്ളും. അല്ലെ, നമ്മുടെ കുടുംബ ജീവിതത്തിന് ഒരു സന്തോഷം വേണം, അല്ലാണ്ട് കുറേ സമ്പത്തുണ്ട്. പിന്നെ നിങ്ങളെ സ്നേഹിക്കുന്നവരൊക്കെ എന്താ അറിയോ, നിങ്ങളുടെ അടുത്ത് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് സ്നേഹിക്കാൻ പറ്റുന്നതായിരിക്കും. നിങ്ങൾ അത്യാവശ്യം ആരുടെ മുമ്പത്ത് കൈയൊന്നും ഇതാക്കാണ്ട് ആരോട് ചോദിക്കാനും പിടിക്കാണ്ടൊക്കെ ജീവിക്കാനുള്ളത് മാത്രം ദൈവം നൽകി നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള സ്നേഹബന്ധങ്ങൾ നിങ്ങളുടെ ചുറ്റുണ്ടാവും. അതിൻ്റെ പകരം വേറെ കുറേ കാശുണ്ടെന്ന് പറഞ്ഞാൽ വെറുതെ സ്നേഹം കാണിക്കുന്ന ഒരു കൂട്ടം കള്ളന്മാരുണ്ടാവും. കപട സ്നേഹം. അപ്പം അതിനേക്കാളും നല്ലത് സത്യസന്ധമായ സ്നേഹം കിട്ടാൻ വേണ്ടി സത്യസന്ധമായി ജീവിക്കുക, അത്ര തന്നെ അല്ലേ? അപ്പം ദൈവം ചിലതൊക്കെ ഇത്ര മതി വന്നിട്ട് തരുന്നതിൻ്റെ ഉദ്ദേശം തന്നെയാണ്. നീ ജീവിച്ചിരിക്കുന്ന കാലം വരെ നിനക്കൊരു സത്യസന്ധത വേണം. നിനക്ക് കിട്ടുന്നതെല്ലാം നല്ലതാണ്, നല്ലത് മാത്രം നിനക്ക് കിട്ടാൻ പാടുള്ളൂ അല്ല. അപ്പം നമുക്ക് ഇത് അത്രേ ഉള്ളൂ. പക്ഷെ ദരിദ്രനാക്കരുത്. കാരണം ദരിദ്രം എന്ന് പറയുന്നത് ദരിദ്രം തന്നെയാണ് ഭൂമിയിൽ. അത്യാവശ്യം ജീവിക്കാനുള്ളതൊക്കെ ദൈവം നൽകി കഴിഞ്ഞാൽ ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കരുത്, ഓഫ് ചെയ്യണം. നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ തൂക്കി കൊടുക്കാം. ഇതാണ് ഓലം. ഇത്രേ പണിയുള്ളൂ. ഇത് വളരെ സിമ്പിൾ കറിയാണ്. കുറച്ച് വെളിച്ചെണ്ണ തൂക്കി കൊടുത്തു. ഇതന്നെയാണ് ഓലം. നാളികേരപ്പാൽ ഇങ്ങനെ കുറുകിയ പാൽ ഒഴിച്ച് ഇത് കൂട്ടാൻ നല്ല സ്വാദാണ്. ഇതിൽ ഉണക്കപ്പയറിടും ചിലർ പച്ചപ്പയറിടും. പക്ഷെ ഇവിടെ അത് രണ്ടും ഇടാണ്ടാണ് എനിക്കും ഇഷ്ടം, അച്ഛന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അച്ഛനും ഇത് ഇങ്ങനെയാണ് ഇഷ്ടം. പയറൊന്നും ഇടണ്ട, ഇത് കുമ്പളങ്ങ മാത്രം മതി എന്ന് പറയും. അപ്പോൾ ഇതാണ് മറ്റേ ഓല. കണ്ടോ, നല്ല മണല്ലേ? സൂപ്പറായിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ദൈവം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും എന്താണെന്ന് സൃഷ്ടികർത്താവിനെക്കാളും കൂടുതൽ ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ മനസ്സിലാക്കുന്നതിനേക്കാളും നന്നായിട്ട് ഒരാൾ മനസ്സിലാക്കണം നമ്മളെ സൃഷ്ടിച്ച ദൈവം തന്നെയാണ്. മൂപ്പർക്ക് ആർക്ക് എപ്പോൾ എത്ര എങ്ങനെ കൊടുക്കണം എന്നറിയാം. ലോകത്തെ ഏറ്റവും നല്ല സ്നേഹം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് ഉയരങ്ങളിൽ നിങ്ങൾ എത്തിയ ഒരിക്കലും നിങ്ങൾക്ക് കിട്ടില്ല. കാരണം അപ്പം നിങ്ങളുടെ ചുറ്റം കാണിക്കുന്നത് മുഴുവൻ കപട സ്നേഹമായിരിക്കും. അത്യാവശ്യം ഒരാളോടും കടം പേടിക്കാതെ പോകാനുള്ളൊരു ജീവിതമൊക്കെ ഉണ്ടാവില്ലേ, ജീവിച്ച് പോകാനുള്ളത്. അപ്പം നിങ്ങൾക്കൊരു നല്ല സ്നേഹം കിട്ടും. എന്നാൽ ദരിദ്രനായാലോ അപ്പോഴും അത് കിട്ടില്ല, തിരസ്കരിക്കപ്പെടും. അപ്പോൾ മനുഷ്യൻ എന്ത് കൊടുക്കണം, എങ്ങനെ കൊടുക്കണം എന്ന് അവൻ്റെ യോഗ്യതയ്ക്കും അർഹതയ്ക്കും അനുസരിച്ച് നൽകുന്ന വ്യക്തിയാണ്. എന്താണ് നിൻ്റെ ജീവിതം എന്ന് തീരുമാനിക്കുന്ന വ്യക്തിയോട് പ്രത്യേകിച്ച് ഞങ്ങൾ ഇന്ന തായോ എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. മനസ്സൊന്ന് നിറഞ്ഞ് ദൈവത്തിനോട് പ്രാർത്ഥിച്ചാൽ മാത്രം മതി അല്ലേ? അപ്പോൾ ഇതുണ്ട്, ഇത് ഇരുന്നിട്ട് ഒന്നും കൂടി ഇങ്ങനെ ഒന്ന് കുറുകി ഇതിലെല്ലാം പിടിക്കും. കുറച്ച് നേരം ഇങ്ങനെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അത് ഇങ്ങനെ കൂട്ടിയിട്ട് ഭക്ഷണം ഊണൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഓക്കേ. അപ്പോൾ ഓണത്തിന് ഇങ്ങനെ ഒരു ഓലനും കൂടി ഉണ്ടാക്കി നോക്കൂ കേട്ടോ, ഈസി ആയിട്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ.